ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫംഗ്ഷൻ്റെ ബോഡി എന്താണ്, പാരാമീറ്റേഴ്സ് എന്താണ്, നെയിം എങ്ങനെ കൊടുക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ കഴിഞ്ഞതിന് നമ്മൾ എന്താണ് ചെയ്തത്, ഓയിഡ്. അപ്പോൾ നമ്മൾ ഓയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വിളിച്ചു, അതിനൊരു ബോഡി കൊടുത്തു. ഇനി ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു ക്ലാസ് എഴുതി. ഓക്കെ, ഞാൻ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എഴുതി. ക്ലാസ്സിന് പാരാമീറ്റേഴ്സ് പാസ് ചെയ്തു, n1 എന്നും n2 എന്നും. n1 ഉം n2 ഉം എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരാമീറ്റേഴ്സാണ്. അതായത് നമുക്ക് ഈ ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മളിവിടെയാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഇവിടെ എഴുതി കൊടുക്കുകയാണ്. n1 + n2 എന്ന് ഞാനിവിടെ എഴുതി കൊടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെമിക്കോളൻ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് ഒരു കൺവെൻഷനാണ് നമ്മുടെ ഡാർട്ടിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ബ്രാക്കറ്റ് ഇടുന്ന സമയത്ത് നമ്മളൊരു സെമിക്കോളൻ ഇടുക, അത് തീർച്ചയായിട്ടും ഇടുക. ഇടേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇനി സെമിക്കോളൻ അല്ലാതെ നമുക്ക് കോമ മാത്രം ഇടേണ്ട സ്ഥലങ്ങളുമുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഒരു ഫംഗ്ഷൻ ബോഡിയാണ്. ഫംഗ്ഷൻ ബോഡി ആയതുകൊണ്ടാണ് നമ്മളവിടെ സെമിക്കോളൻ ഇട്ടത്. അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ താഴെ എഴുതിയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഞാൻ എഴുതിയ ഫംഗ്ഷൻ്റെ പേരെന്താണ്, ആഡ് n1, n2. n1 ഉം n2 ഉം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ കിട്ടണം എന്നുള്ളതാണ് എനിക്ക് താഴത്തെ ഫംഗ്ഷൻ കൊണ്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ആഡ് 5 + 15 എന്ന് കൊടുത്ത് ഞാനിവിടെ സെമിക്കോളൻ കൊടുത്തിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ 5 + 15 അല്ല, 5, 15, കാരണം നമ്മൾ താഴെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ആൻസർ ഇതാ ഇവിടെ തന്നെ 20 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എന്താണ് എൻ്റെ റിട്ടേൺ ടൈപ്പ് എന്നോ കാര്യങ്ങളോ ഒന്നും അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ഇനി ഇതിനകത്തേക്ക് ഈ നമ്പേഴ്സിൻ്റെ ടൈപ്പ്, ഇപ്പോൾ ഞാനിവിടെ ഇതൊരു ഇൻറ്റിജർ ടൈപ്പ് ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ ഈ നമ്പേഴ്സ് എടുക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോഴും നമ്മളിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ 5 + 15 എന്നുള്ളത് നമുക്ക് ആൻസർ 20 തന്നെ അവിടെ കിട്ടും. പക്ഷേ അതേസമയം ഞാനിവിടെ 15.5 എന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 15.5 എന്ന് ആഡ് ചെയ്ത് കൊടുത്ത സമയത്തിന് നമുക്ക് കിട്ടി എന്താണ്, ദ ആർഗ്യുമെൻ്റ് ടൈപ്പ് ഡബിൾ കാൺഡ് ബി അസൈൻഡ് ടു പാരാമീറ്റർ ടൈപ്പ് ഇൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇൻറ്റ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കവിടെ ആ ഒരു വാല്യൂ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. 15.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡബിളാണ്. അതായത് നമ്മുടെ ഡെസിമൽ വാല്യൂസിനെല്ലാം ഡബിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഞാനെങ്കിൽ അതിനെ ഇവിടെ മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ഡബിൾ കൊടുക്കുകയാണ്. ഡബിൾ കൊടുത്തിട്ട് ഞാനത് റൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക നോക്കാം. 20.5 എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ആൻസർ അവിടെ കിട്ടി. അപ്പോൾ ഇതിന് ഞാൻ ഡബിൾ എന്ന് കൊടുത്തതുകൊണ്ട് എനിക്ക് അവിടെ ആൻസർ കിട്ടി. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് രണ്ടിനകത്തും എനിക്ക് ഫങ്ഷൻസ് വേണ്ട. ഫങ്ഷൻസ് എനിക്ക് രണ്ടും വേണ്ട. ഞാൻ അതിന് പകരം ഇവിടെ ഒരു ഇൻറ്റാണ് കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഇൻറ്റ് കൊടുത്തു. ഇൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം, ഔട്ട്പുട്ടും ഇൻറ്റ് തന്നെ കിട്ടണം, ഇൻറ്റായിട്ട് കിട്ടണം. പക്ഷേ നമ്മളിവിടെ ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ട് എന്ത് വേണം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഓയിഡ് എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിർബന്ധമില്ല. ഇപ്പോൾ ഞാനിവിടെ ഓയിഡാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ കണ്ടേ ആ അടിയിലെ ആ ചുമന്ന വര മാറും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിഡ് ഒന്നും വേണ്ട എന്നുള്ളതാണ് അർത്ഥം. അതേസമയം ഞാനിവിടെ ഇൻറ്റെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും കിട്ടിയിരിക്കണം. അത് ഇൻറ്റിജർ ടൈപ്പും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്, തിരികെ തരിക എന്നുള്ളതിന്. റിട്ടേൺ എന്താണ് തിരിച്ചു തരേണ്ടത്, എനിക്ക് ഇപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ n1 ഉം n2 ഉം കൂടെ ആഡ് ചെയ്ത് തരാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ n1 + n2 എന്ന് കൊടുത്തു. ഇവിടെ ഒരു കോമ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ മാറുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് n1 + n2 ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് പിന്നെ യൂസ് ഇല്ല. അപ്പോൾ പിന്നെ ഞാനത് ഒന്നെങ്കിൽ നമുക്കത് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യാനായിട്ട് Ctrl// കൊടുത്തു കഴിഞ്ഞാൽ അത് കമൻറ്റായി. ഓക്കെ, ഈ ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രം നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് കമ്പൈൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈനിൽ വന്നിട്ട്, അതായത് ഇപ്പോൾ 7th ലൈനിൽ വന്നിട്ട് 8th വരാതെ അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഫ്രണ്ടിലെ ഈ സ്ലാഷ് കണ്ടിട്ട് അതിൻ്റെ തൊട്ട് അടുത്ത ലൈനിലേക്കും 9th 10th ആയിട്ട് നമ്മുടെ കമ്പൈലർ പോവും. അപ്പോൾ അതാണ് കമൻറ്റ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റിട്ടേൺ n1 + n2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക്
ഒരു എററാണ് കാണിക്കുന്നത്. എന്താണ് എറർ? അൺകവേർഡ് എറർ ടൈപ്പ് 20.5 ടൈപ്പ് ഈസ് നോട്ട് എ സബ് ടൈപ്പ് ഓഫ് ഇൻഡ്. എന്താണ് ആ എറർ വന്നേക്കുന്നത്? കാരണം നമ്മളിവിടെ ഇൻഡാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 5ഉം 15.5ഉം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം 15.5 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അല്ല, ഡബിളാണ്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ഇൻറ്റിജർ വാല്യൂ കൊടുത്തു. രണ്ടും 5ഉം 15ഉം കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ കൊടുത്ത സമയത്ത് 5ഉം 15ഉം ആണ് കൊടുത്തത്. 5ഉം 15ഉം കൊടുത്ത സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാനിവിടെ ആഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് നമ്മൾ ഓൾറെഡി കമൻറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കതവിടെ കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനകത്ത് കൊടുത്താൽ പോരെ. ഈ ഒരു ഫംഗ്ഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇത് കോൾ ആവുകയും പ്രിൻ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ വാല്യൂ കാണാനായിട്ടും പറ്റും. കണ്ടില്ലേ, 20 എന്ന് നമുക്കവിടെ പ്രിൻ്റായി വന്നു. ഓക്കെ, ഇത്രയാണ് ബേസിക്കായിട്ട് ഒരു ഫംഗ്ഷനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്താണോ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്ന ടൈപ്പ്, ഇതിനൊരു ടൈപ്പ് ഉണ്ട്, ആ ഒരു ടൈപ്പ് എന്താണോ ആ ഒരു ടൈപ്പ് നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഔട്ട്പുട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വോയിഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ക്ലാസ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്പെസിഫൈഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ വോയിഡ് മെയിൻ എന്ന് എഴുതിയൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് ഇതിനകത്തേക്ക് ഒരു വേരിയബിൾ നെയിം ഈക്വൽ ടു എൻ്റെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് ഞാൻ കൊടുക്കുന്നു, എൻ്റെ പേര് കൊടുത്തു. അതേപോലെ തന്നെ വാർ ഏജ് വയസ്സ് ഞാൻ 23 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് എൻ്റെ ഏജും അതേപോലെ തന്നെ എൻ്റെ നെയിമും സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓരോ തവണയും നമുക്കിപ്പോൾ ഓരോരുത്തരുടെ ഒരു രജിസ്റ്ററാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ തവണയും നമുക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ക്ലാസ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ക്ലാസ് എന്ന് പറഞ്ഞൊരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൊടുക്കേണ്ടി വന്നില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ക്ലാസ്സിന് അങ്ങനെയല്ല. ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പൈലർ മനസ്സിലാക്കും നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് ഒരു ക്ലാസ് ആണെന്ന്. ഇനി ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കൊടുത്ത നെയിമിംഗ് കൺവെൻഷൻ വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതേസമയം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് കൺവെൻഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താണ്, ഞാൻ നെയിമും ഏജും അല്ലേ കൊടുത്തത്, അപ്പോൾ യൂസർ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ക്ലാസ് യൂസർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസിൻ്റെ നെയിമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് യൂസർ എന്നാണ്. ഇനി വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, ആദ്യമേ ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്, ഒരു പാരാന്തസിസ് കൊടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ 2 ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, അതേസമയം ഇനി നമ്മളൊരു ക്ലാസ് ആണ് ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൊടുക്കേണ്ട, ഇതേ കണക്ക് 2 കർലി ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു ക്ലാസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് അതിൻ്റെ ബോഡി നമുക്ക് അതിൻ്റെ അകത്ത് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് ഞാൻ എൻ്റെ പേര്, അതായത് എന്താണ്, വാർ നെയിം ഈക്വൽ ടു അഭയ് എന്ന് കൊടുക്കുകയാണ്. വാർ നെയിം ഈക്വൽ ടു അഭയ് എന്ന് കൊടുത്തു. വാർ ഏജ് ഈക്വൽ ടു 23 എന്ന് കൊടുത്തു. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കാണും, ഞാനിവിടെ വാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേരിയബിൾ, ഏത് വാല്യൂ വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വാറിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻറ്റിജർ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻറ്റിജർ വാല്യൂ എടുക്കും, സ്ട്രിങ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രിങ് എടുക്കും, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും വാല്യൂസ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എടുക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് യൂസർ, അതിൻ്റെ നെയിമും ഏജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മുകളിൽ യൂസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ക്ലാസ് അവിടെ ഡിഫൈൻ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ക്ലാസ്സിലുള്ള ഡേറ്റാസ് ഇവിടെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് വാർ എന്ത് കൊടുത്തു, വാർ ഒരു പേര് കൊടുക്കുകയാണ്, എന്താണ്, നെയിം. ഓക്കെ, എനിക്ക് എൻ്റെ നെയിം തന്നെ പ്രിൻ്റ് ചെയ്ത് കാണണം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. വാർ ഞാൻ ജസ്റ്റ് ഒരു പി എന്ന് കൊടുത്തു. ഓക്കെ, വാർ പി ഈക്വൽ ടു ഞാൻ മുകളിൽ കൊടുത്ത യൂസറിനെ ഇവിടെ എടുത്ത് സ്റ്റോർ ചെയ്തു. അപ്പോൾ എന്താണ് നമുക്കിവിടെ കിട്ടുന്നതെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ഞാൻ ഇതെടുത്ത് കളയാം കേട്ടോ.
ഇതെടുത്ത് കളഞ്ഞിട്ട് ഞാനിവിടെ ഒരു പ്രിൻ്റ് പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. പി കൊടുത്തപ്പോൾ നമുക്ക് വന്നത് എന്താണ്? ഇൻസ്റ്റൻസ് ഓഫ് യൂസർ. അതായത് യൂസറിൻ്റെ ഒരു ഇൻസ്റ്റൻസ്, ഒരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ യൂസറിൻ്റെ ഡേറ്റ ഇപ്പോൾ പിയിലുണ്ട്. പിയിൽ നിന്ന് നമുക്ക് ആ ഒരു ഡേറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് പിയിൽ നിന്ന് ഒരു അടുത്ത വാല്യൂ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രിൻ്റ് പി ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ സജഷൻ വരും അതിനകത്ത് എന്തൊക്കെ കിട്ടും എന്നുള്ളത്. ഏജും നെയിമും നമുക്ക് കിട്ടും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനപ്പോൾ നെയിം കൊടുക്കണം. നെയിം കൊടുത്ത് സെമിക്കോളൻ കൊടുത്ത് റൺ ചെയ്യുകയാണ്. റൺ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്തെന്ന് കിട്ടും? ഇൻസ്റ്റൻസ് ഓഫ് യൂസർ എന്നും അതേപോലെ തന്നെ നെയിം അഭയ് എന്നും കിട്ടും. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അതായത് നമ്മുടെ ക്ലാസ്സിനകത്ത് കൊടുത്ത ആ ഒരു ഡേറ്റയെ നമുക്കിവിടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടല്ലോ. നമ്മൾ ഇത്രയും നേരം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് നെയിമും ഇതേ കണക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി എനിക്ക് ഈ ക്ലാസ്സിനകത്തേക്ക് ഡേറ്റ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഏജും നെയിമും അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് വാർ പികളുടെ യൂസറാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് വാർ പി ഡോട്ട് വാറല്ല പി ഡോട്ട് നെയിം ഈക്വൽ ടു ഞാൻ ഹലോ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, പി ഡോട്ട് നെയിം ഈക്വൽ ടു ഹലോ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രിൻ്റ് കൊടുക്കുന്നു. പി ഡോട്ട് നെയിം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. പി ഡോട്ട് നെയിം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്തായിരിക്കും വരിക എന്ന് നോക്കാം. കണ്ടില്ലേ? ഹലോ എന്ന് നമുക്കവിടെ പ്രിൻ്റായി. അതായത് ഞാൻ ഓൾറെഡി ആദ്യമേ ഈ യൂസറിൻ്റെ, അതായത് ഈ ഒരു ക്ലാസ്സിനെ ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. പി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിനെ ഞാൻ ആക്സസ് ചെയ്യാനായിട്ട് പി ഡോട്ട് കൊടുത്തപ്പോൾ എനിക്ക് അതിനകത്തുള്ള നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു വേരിയബിളിന് ഞാൻ ഹലോ എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. പ്രിൻ്റ് ചെയ്ത സമയത്ത് എനിക്കിവിടെ ഹലോ എന്ന് കിട്ടി. ഓക്കെ, അതേസമയം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരെണ്ണം കോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പി ഡോട്ട് ഏജിനകത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 50 കൊടുക്കുകയാണ്. 50 കൊടുത്തിട്ട് അതും ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രിൻ്റ് പി ഡോട്ട് ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ അതും പ്രിൻ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഹലോയും 50യും അതേപോലെ നമുക്ക് പ്രിൻ്റായി. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ ഒരു ക്ലാസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസിനെ നമുക്ക് പല സമയങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാംസിലേക്ക് കോൾ ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് ക്ലാസ്സുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും. അതേപോലെ തന്നെ നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടും ഒക്കെ ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. ഇനി ഇതിനകത്ത് നമുക്ക് എന്താണ് കൺസ്ട്രക്ടർ എന്നുകൂടി പഠിക്കാനായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് കൺസ്ട്രക്ടർ എന്നുകൂടി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതുവരെയും ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ട് നിങ്ങൾ ഈ ഒരു പ്ലേലിസ്റ്റ് മൊത്തത്തിൽ കണ്ടുവരിക. വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.